Hi guys, once again welcome back. അങ്ങനെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. ഓൾറെഡി 9-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുമായിരുന്നു. പക്ഷേ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. ഒഫീഷ്യലി നമുക്ക് പഠിച്ചു തുടങ്ങാൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താണ് മേലോട്ടും താഴോട്ടും നോക്കാൻ കൃത്യമായ രീതിയിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ ഏതൊക്കെയാണ് പരീക്ഷകൾ ഓരോ ദിവസവും, ഏതൊക്കെയാണ് വല്ല ഗ്യാപ്പൊക്കെ ഇടയിൽ പഠിക്കാനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ആദ്യം 9-ാം തീയതി മൺഡേ ആണ് ആദ്യ പരീക്ഷ. സോഷ്യോളജിയാണ് വരാൻ വേണ്ടി. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആർ ശ്രദ്ധിക്കുക, സോഷ്യോളജിയാണ് നിങ്ങളുടെ എന്താ ഫസ്റ്റ് പരീക്ഷ വരുന്നത് അല്ലേ. അതുപോലത്തെ ആന്ത്രപ്പോളജിയും വരുന്നുണ്ട്. ഇനി നമ്മൾ 10-ാം തീയതി ആണെങ്കിൽ നോക്കി, നിങ്ങൾ ട്യൂസ്ഡേ ചൊവ്വാഴ്ച സമയം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം നിങ്ങൾക്ക് ഫോർനൂൺ ആണോ, നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ എല്ലാം രാവിലെയാണ്, ഫോർനൂണാണ് നിങ്ങളുടെ മുഴുവൻ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ചൊവ്വാഴ്ച ആണെങ്കിൽ ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇത്രയും ഓപ്ഷൻസ്, ഇത്രയും സബ്ജക്റ്റുകളാണ് ഏത് ചൊവ്വാഴ്ച വരുന്നത്. ഇനി ബുധനാഴ്ച 11-ാം തീയതി വരുന്നത് മാത്തമാറ്റിക്സും സൈക്കോളജിയുമാണ്, മാത്തമാറ്റിക്സ് ആൻഡ് സൈക്കോളജി. ഇനി തേഴ്സ്ഡേ വ്യാഴാഴ്ച വരുന്നത് ഹിസ്റ്ററി ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വരുന്നത്. അതായത് ഹ്യൂമാനിറ്റീസുകാർക്ക് പിന്നെ ഇസ്ലാമിക് ഹിസ്റ്ററി വരുന്നുണ്ട്, ബിസിനസ് സ്റ്റഡീസുകാർക്കാണ്, കൊമേഴ്സുകാർക്കാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇനി 13-ാം തീയതി ഫ്രൈഡേ ഏതൊക്കെയാണ്? ജിയോഗ്രഫി ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക് ഉണ്ട്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി. കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസി ഉണ്ട്, ഹ്യൂമാനിറ്റീസുകാർക്ക് ജിയോളജിയും എന്താണ് സോഷ്യൽ വർക്ക്, പിന്നെന്താ ജോഗ്രഫി ഒക്കെ ഹ്യൂമാനിറ്റീസുകാർക്ക് വരുന്നുണ്ട്. പലർക്കും പല കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരാഴ്ച ഇങ്ങനെ കഴിഞ്ഞു. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആയിട്ട് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ കഴിഞ്ഞു. പിന്നെ ശനിയും ഞായറും നിങ്ങൾക്ക് 2 ദിവസം പഠിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ അത് വരാൻ വേണ്ടി പോകുന്ന, പിന്നെ അടുത്ത മൺഡേ വരാൻ വേണ്ടി പോകുന്ന പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ രണ്ടും നന്നായി പഠിക്കാൻ, അത്യാവശ്യം രണ്ടും നല്ല ചാപ്റ്റേഴ്സ് പഠിക്കാൻ. പൊളിറ്റിക്സ് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കും, പക്ഷേ പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്, നല്ല പഠിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ്, നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ വരുന്നത് എപ്പോഴാണ്? ലാസ്റ്റിലേക്കാണ്. നിങ്ങളുടെ 17-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഇംഗ്ലീഷ് വരുന്നത്. അതുപോലെ 18-ാം തീയതി ബുധനാഴ്ചയാണ് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് എക്സാം ആയിട്ട് വരുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് പരീക്ഷയായിട്ട് എക്കണോമിക്സ് വരുന്നത് 19-ാം തീയതി എക്കണോമിക്സ് ആണ്. 20-ാം തീയതി സ്കൂളിൽ ജിങ്കാലാല. പിന്നെ നമ്മൾ എന്തിലേക്ക് പോകണം? നമ്മൾ വെക്കേഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ പിന്നെ ഫ്രൈഡേ നിങ്ങളുടെ സ്കൂളിൽ സെലിബ്രേഷൻ, പിന്നെ നമ്മൾ ക്രിസ്മസ് വെക്കേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ മക്കളെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ടൈം ടേബിൾ നിങ്ങൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണ് ഏറ്റവും ടഫ് കാര്യം താഴ്ന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടാൽ ലൈവ് സീരീസ് നമ്മൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് പരീക്ഷ നമ്മൾ ആരുടെ കൂടെ എജുപ്പോന്റെ കൂടെ നമ്മൾ സെറ്റാക്കും. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടി സാധിക്കണം. നല്ലൊരു പോസിറ്റീവ് മെന്റാലിറ്റി നിങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ bye. Thank you.